അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി തോമസ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയപ്പെട്ട കത്തീഡ്രൽ പള്ളി വികാരിയച്ഛൻ ജോസഫ് ആണിപ്പൊരിക്കലച്ച, കോർപ്പറേറ്റ് മാനേജർ ജോബി മൂലയിലച്ച, ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജ്യോതി, ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച, നഴ്സറി മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച ഈ സ്കൂളിലേക്ക് കടന്നു വരാനായിട്ട് എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ അധ്യാപകർ പിന്നീട് പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ചിലപ്പോഴെങ്കിലും മറന്നുപോയാലും ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ച അധ്യാപകരെ ഒന്നും മറക്കാറില്ല. ആ സ്കൂളും പരിസരങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നഴ്സറിയിൽ പഠിപ്പിച്ച റെജീന അമ്മയും, 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ലൊറേത്തമ്മയും, 2-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുഞ്ഞുഞ്ഞമ്മ ടീച്ചറും, 3-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച റെസ്യാമ്മ ടീച്ചറും, 4-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അത്തനാസ്യാമ്മയും എല്ലാം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അവരെല്ലാം മരിച്ചുപോയി. അവരെല്ലാം വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളെ വളർത്തിയതും നല്ല സ്വഭാവ രൂപവൽക്കരണത്തിന് സഹായിച്ചതും, അതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതും, പ്രസംഗങ്ങളൊക്കെ എഴുതി തന്ന് പഠിപ്പിച്ച് സ്റ്റേജിലൊക്കെ കയറ്റി അങ്ങനെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെ വളർത്താനായിട്ട് അധ്വാനിച്ചതുമെല്ലാം ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്ര മനോഹരമായ ഇംഗ്ലീഷിലാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. അവർക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ കുഞ്ഞുങ്ങൾ. അപ്പം ഞാൻ ഓർക്കായിരുന്നു, CBSE സ്കൂളിൻ്റെ ഒന്നും ആവശ്യമില്ല, സെൻറ്റ് ജോസഫ്സ് വിട്ടാലും മതി, നല്ല മിടുക്കരായിട്ട് പിള്ളേർ ഇംഗ്ലീഷൊക്കെ പറയും. ഒത്തിരി പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല ഒരു പരിശീലനം, വളരെ വളരെ സമർപ്പണ ബോധത്തോടു കൂടി നൽകപ്പെടുന്ന ഒരിടമാണ് നമ്മുടെ സ്കൂള്. നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാ സ്കൂളുകളുടെ പ്രത്യേകത അതാണ്. അവരുടെ ജീവിതം തന്നെ സ്കൂളാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ സ്വന്തം മക്കളാണ്. അവരിങ്ങനെ പിള്ളേരുടെ എല്ലാം പുറകെ നടക്കും. അപ്പോൾ അങ്ങനെ അത്രമാത്രം സ്വന്തം എന്നതുപോലെ ചേർത്ത് പിടിച്ച് വളർത്തുന്ന ഒരു വിദ്യാലയമാണിത്. ഞാൻ ഹ്രസ്വമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സുജയ് ടീച്ചറിന് എല്ലാവിധത്തിലുള്ള നന്മകളും പ്രത്യേകമായിട്ട് നേരുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ കുട്ടികളെ അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കൃപയെന്ന് പറയുന്നത് ശാന്തമായിട്ട് ഇരിക്കാനുള്ള ഒരു കഴിവാണ്. അപ്പം നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ വളർന്നു പോയാലും കുറച്ച് സമയം നമുക്കൊന്ന് ശാന്തമായിട്ടിരിക്കാൻ പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. നമ്മൾ ഈ പള്ളി സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത, പള്ളിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പള്ളി എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേവാലയത്തിൻ്റെ പരിസരത്ത് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചിന്തകൾ ദൈവത്തിലേക്ക് ഉയരുകയും ആത്മീയതയെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരാകണമെങ്കിൽ നിങ്ങൾ ആദ്യം അവരെ പഠിപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കാനാണ്. കുറച്ച് സമയം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, ബഹളമൊന്നും വെക്കാതെ ഇരിക്കാൻ, നിശബ്ദമായിട്ടിരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് നല്ലൊരു അച്ചടക്കമാണ്. വലിയ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ഒന്നുമല്ല ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിയത്. അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്നവരാണ്. രാവിലെ ഒരു സമയത്ത് എഴുന്നേൽക്കുക, ഒരു സമയത്ത് കിടന്നുറങ്ങുക, രാത്രിയിലൊക്കെ മര്യാദയ്ക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങുക, അതുപോലെ പഠിക്കാനായിട്ടൊരു സമയം, മൊബൈൽ ഫോൺ നോക്കാനായിട്ട് ഒരു സമയം, TV കാണാനായിട്ടൊരു സമയം, എല്ലാം നമുക്ക് അനുവദിക്കാം. പക്ഷേ അതിനെല്ലാത്തിനും ഒരു സമയമൊക്കെ കൊടുത്ത് അത് ഒരു ക്രമം, അത് ആദ്യ നാളുകളിൽ പ്രത്യേകിച്ച് LP സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നല്ല ഒരു ചിട്ട, ഒരു നിഷ്ഠയൊക്കെ രൂപീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളെ കിട്ടും. നിങ്ങൾ ആമയും മുയലും കൂടെ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുത്ത് നിങ്ങൾ ആ കഥ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. മുയൽ അവിടെ ഇവിടെയൊക്കെ നോക്കി ഒക്കെ നിന്നു. അവസാനം ആമ വളരെ ഡിസിപ്ലിൻഡായിട്ട് അങ്ങ് അഴിഞ്ഞു പോയി. അവസാനം സമ്മാനം കിട്ടി എന്ന് പറഞ്ഞതുപോലെ അച്ചടക്കമുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ എന്നും നേട്ടങ്ങൾ നേടുന്നത്.
അതോടൊപ്പം നല്ല സൗഹൃദങ്ങളൊക്കെ രൂപീകരിക്കാൻ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പം കൂട്ടുകൂടാനും കൂട്ടുകൂടി കളിക്കാനായിട്ടും ഒക്കെ പഠിപ്പിക്കണം. ഞങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നപ്പം ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നത് കളി നിർത്തി പഠിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കാരണം എല്ലാം കളിയോട് കളിയാണ്, ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പോൾ ഈ കളിച്ച് നടക്കുമ്പോൾ പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അമ്മമാരുടെ പരാതി. അതുകൊണ്ട് കളി നിർത്തി, ഇവൻ സർവ്വനേരവും കളിയാണ്, പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മാതാപിതാക്കളൊക്കെ പിള്ളേരുടെ പുറകെ നടക്കുക, എൻ്റെ മോനെ നീ ഒന്ന് പുറത്തോട്ടിറങ്ങി കളിക്ക്. കാരണം ഈ മൊബൈൽ ഫോണും പിടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരുപ്പാണ്, ഇറങ്ങത്തില്ല പുറത്തോട്ട്. നമ്മൾ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ കൊടുത്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കുന്നത്. നമുക്ക് ശല്യമൊന്നുമില്ല, ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നോളും എന്ന രീതിയിൽ. പക്ഷേ നല്ല സൗഹൃദങ്ങൾ കളികളാണല്ലോ ബന്ധങ്ങളുടെ ഒരു പരിശീലന കളരി എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാവരും പരസ്പരം അംഗീകരിക്കാനും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനും എല്ലാം സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ച് പിള്ളേരെ എല്ലാം മിടുക്കരാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട വിദ്യാലയം ഈ നമ്മുടെ പട്ടണത്തിന് മുഴുവൻ വലിയ ഒരു നന്മയായിട്ട് എന്നും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ അറിയിക്കുന്നു.